വെൽക്കം ബാക്ക് ടു കോഫി വിത്ത് സ്നേഹ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാനും സുഖമായിട്ടിരിക്കുന്നു. ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. സോ ഇന്നലത്തെ വീഡിയോന്റെ ഒരു കണ്ടിന്യൂഷൻ ആണെന്ന് തന്നെ പറയാം. കാരണം ഇന്നലെ നമ്മൾ ഒലിവിയ ഡിസൈൻസിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നല്ലോ. സോ അതിന്റെ ഒരു കണ്ടിന്യൂഷൻ തന്നെയാണ്. ഓരോ ദിവസം കഴിയുന്തോറും നമ്മുടെ ഒലിവിയ ഡിസൈൻസിനെ കുറിച്ച് ഒരുപാട് അവിടെ വർക്ക് ചെയ്തിട്ടുള്ള എംപ്ലോയീസ് ഒക്കെ വന്നിട്ട് കൂടുതൽ തെളിവുകൾ ഇങ്ങനെ പുറത്തേക്ക് വിടുകയാണ്. ഒരുപാട് വോയിസ് ക്ലിപ്സുകളൊക്കെ പുറത്തേക്ക് വരുന്നുണ്ട്. നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ഇന്നലെ ചെയ്ത വീഡിയോ അവിടെ വർക്ക് ചെയ്തിട്ടുള്ള കുറച്ച് എംപ്ലോയീസ് വന്നിട്ട് അവരുടെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങൾ പറഞ്ഞത് കേട്ടിട്ടാണ് നമ്മൾ ഇന്നലെ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് നമ്മൾ അച്ചുചേച്ചിയുടെ ഒരു ഭാഗം കൂടെ കേട്ടിരിക്കുകയാണ്. നമ്മുടെ അൽത്താഫ് വ്ളോഗ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു വ്ളോഗിലെ ആ ചേട്ടൻ ഇന്ന് അവർ മീറ്റ് ചെയ്യും, അവരായിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ അവരുടെ യൂട്യൂബ് ചാനലിൽ ആ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ കണ്ടപ്പോൾ തന്നെ അവിടെ ഇവിടെ കുറേ കാര്യങ്ങൾക്ക് ആ ചേച്ചി ഉത്തരം കൊടുക്കാതെ ഇങ്ങനെ പിടി കൊടുക്കാതെ പോകുന്നത് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ പലതും ആ ചേച്ചി ചെയ്ത വീഡിയോയും ആ ചേച്ചി പറയുന്ന കാര്യങ്ങളും തമ്മിലും കുറച്ച് ബന്ധങ്ങളില്ലാത്ത കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. ഇവരുടെ വീഡിയോയിൽ മെയിനായി പറഞ്ഞുകൊണ്ടിരുന്നത് ഫ്രീ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ, പിന്നെ 3 hours മാത്രമേ വർക്ക് ചെയ്യേണ്ടതുള്ളൂ, അത് കഴിഞ്ഞ് പിന്നെ ഡാൻസ് പാട്ട് കാര്യങ്ങളൊക്കെയാണ്. പിന്നെ അതുപോലെ തന്നെ എന്താണ് സാലറി 25,000 മന്ത്ലി ലഭിക്കും. ഇതൊക്കെയാണ് ഇവരുടെ ഒരു അട്രാക്ഷൻ ആയിട്ട് ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവിടുത്തെ എംപ്ലോയീസിന് കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് പരിശോധിക്കാം. സോ അതിനായിട്ട് നമുക്ക് നമ്മുടെ അൽത്താഫിന്റെ വീഡിയോ ആദ്യം തന്നെ ഒന്ന് കണ്ടു നോക്കാം. പരസ്യത്തിൽ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ 25,000 രൂപ സാലറി, ഫ്രീ ഫുഡ്, അക്കോമഡേഷൻ, അതേപോലെ 11 മണി തൊട്ട് 5 മണി വരെ വർക്ക്. അതിൽ 3 മണിക്കൂർ വർക്ക് ചെയ്താൽ മതി. ശേഷം നിങ്ങൾക്ക് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോ ഇവിടെ അങ്ങനെ ഒരു ഫിക്സഡ് ആയിട്ടുള്ള 25,000 എന്ന് പറയുന്ന ഒരു സാലറി ആണോ ഇവിടെ കൊടുക്കുന്നത്? ഫിക്സഡ് അല്ല, നമുക്ക് കമ്മീഷനാണ്. അപ്പൊ മാഡം എന്തുകൊണ്ട് ആ ഒരു പരസ്യത്തില് 25,000 വരെ എന്തെങ്കിലും പറയാത്തത്? ഇല്ലെങ്കിൽ ഓക്കെ, അടുത്ത കൂടെ ഞാൻ പറഞ്ഞു വെക്കാം. ഫ്രീ ഫുഡ് അക്കോമഡേഷൻ ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ മാഡത്തെ കാണിച്ചു തരാം. അത് വർഷങ്ങൾക്ക് മുമ്പുള്ള പരസ്യം. ഞാൻ ഇപ്പൊ കൊടുക്കുന്ന എന്റെ ഓൺലൈൻ ഇൻസ്റ്റാഗ്രാമും യൂട്യൂബും ഫേസ്ബുക്കും ഒക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരാകുമ്പോ അവരുടെ പഴയ ആടുകളെല്ലാം അവിടെ കിടക്കും, നമ്മൾ ഡിലീറ്റ് ചെയ്തിട്ടില്ല. ഇല്ല, അത് ഞാൻ ചോദിക്കട്ടെ. അപ്പൊ അങ്ങനെ ഒരു സംഭവം വന്നപ്പോ എന്തുകൊണ്ട് പഴയ വീഡിയോ നിങ്ങൾ റിമൂവ് ചെയ്തില്ല? അതങ്ങ് ഉള്ളിലെങ്ങാണ്ട് അത് നമ്മൾ കണ്ടിപ്പോ അങ്ങനെ എടുക്കുന്നില്ല. നമ്മൾ വരുന്നതോട് ക്ലിയർ ആയിട്ട് പറയുന്നത് അത് സത്യമാണ്. ഞാൻ ഒരു വീഡിയോ റിമൂവ് ചെയ്യാം. എന്റെ പ്രോഡക്റ്റ് സ്റ്റോക്ക് കഴിഞ്ഞാൽ സമയത്ത് ആ ഒരു വീഡിയോ ഇട്ട സമയത്തും 25,000 രൂപ എന്ന് പറഞ്ഞത് ആ സമയത്തും കമ്മീഷൻ അല്ലായിരുന്നു? ഞങ്ങൾ ഓൺലൈൻ തുടങ്ങിയപ്പോ തൊട്ടേ കമ്മീഷൻ. പിന്നെ എന്തുകൊണ്ട് അതിൽ 25,000 വരെ ഇല്ലെങ്കിൽ 25,000 മുകളിൽ കിട്ടാമെന്ന് അതിനകത്ത് വോയിസ് കൊടുത്തിട്ടുണ്ട്. വോയിസ് കൊടുക്കുന്നതിനകത്ത് വോയിസ് ക്ലിയർ ആയിട്ട് അത് ഞാൻ പറഞ്ഞില്ലേ, സ്റ്റാർട്ടിംഗ് ആഡ് ആയിരിക്കും. ആ ആഡിൽ എഴുതി കൊടുത്തു. പിന്നീട് ഒരു കാര്യം പറഞ്ഞോട്ടെ, രാവിലെ 11 മണി മുതൽ വെറും 3 മണിക്കൂർ മാത്രം വർക്ക് ചെയ്തുകൊണ്ട് 25,000 രൂപ സാലറി കിട്ടിയാലോ? ഹോസ്റ്റലും ഫുഡും 25,000 രൂപ. ഒരു കാര്യം കൂടെ അതിന്റെ ഒരു ക്ലാരിഫിക്കേഷൻ. ഈ 25,000 രൂപയെന്ന് ഞാൻ പറഞ്ഞു, 40,000 രൂപ വാങ്ങിയ കൊച്ചിന് ഞാൻ 25,000 കൊടുത്തിട്ടുള്ളൂ. 25,000 പ്ലസ് ഫ്രീ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ എന്ന് കേട്ടിട്ടാണ് കൂടുതൽ ആളുകളും ഇവരുടെ അടുത്ത് വർക്ക് ചെയ്യാനായിട്ട് പോയിട്ടുള്ളത്. അപ്പോൾ ഇപ്പം പിടിക്കപ്പെട്ടപ്പോൾ ഇതൊക്കെ പഴയ വീഡിയോസ് ആണ്, ഞാൻ പഴയ വീഡിയോസ് ഒന്നും ഡിലീറ്റ് ചെയ്യുന്നില്ല എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ വീണെടുത്ത് കടന്നു ഉരുളുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പം അതൊക്കെ പഴയ വീഡിയോസ് ആണെങ്കിൽ ഒന്നെങ്കിൽ ആ പഴയ വീഡിയോസൊക്കെ റിമൂവ് ചെയ്യണമായിരുന്നു, അല്ലെങ്കിൽ പുതിയ വീഡിയോസ് ഇടണമായിരുന്നു. ഇപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സ്ഥാപനത്തിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പറഞ്ഞിട്ട് പുതിയൊരു വീഡിയോ ഇടേണ്ടതായിരുന്നു. അല്ലാതെ അവിടെ ഈ ആഡ് കണ്ട് ഒരുപാട് കുട്ടികൾ വരികയും അവിടെ വന്ന് പെട്ടതിന് ശേഷം എന്തിനാ ഇത്രയും നാളും 6 months 8 months ഇവിടെ വർക്ക് ചെയ്തു എന്ന് ചോദിക്കുന്നത് കൊണ്ട് യാതൊരു കാര്യമില്ല. പിന്നെ ഇവിടെ ഫ്രീ ഫുഡ് ആൻഡ് അക്കോമഡേഷൻസ് ഒന്നും കൊടുക്കുന്നില്ല എന്നുള്ളതിൻ്റെ പ്രൂഫായിട്ട് നമ്മുടെ 4th ജംഗ്ഷനിലെ ചേട്ടൻ വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ആ വീഡിയോയും കൂടെ ഒന്ന് കണ്ടു നോക്കാം. ഫുഡ് ഫ്രീ ഫുഡ് എന്നാണ് പരസ്യത്തിലെല്ലാം പറയുന്നത്. ഒരു ഫ്രീയും ഇല്ല. ഇമ്പോർട്ടൻ്റ് കാര്യം പറയാനാണ്, കഴിഞ്ഞ മാസം ഹോസ്റ്റലിൽ ഫുഡ് കഴിച്ചത് എൻ്റെ ക്യാഷിലാണ്. അത് നിങ്ങൾ ഇതുവരെ പേ ചെയ്തിട്ടില്ല. ഉച്ചക്കത്തെ ഫുഡ് കഴിച്ചതിൻ്റെ 1,500 പേ ചെയ്തിട്ടില്ല. നിങ്ങളെല്ലാം ശമ്പളം വാങ്ങിച്ചു. നാളെ ജിജി വരുമ്പോൾ ക്ലോസ് ചെയ്തില്ലെങ്കിൽ ഇരട്ടി ക്യാഷ് ഞാൻ നിങ്ങളുടെ ഇത് മേടിക്കും, അത് ശമ്പളത്തിൽ നിന്ന് കട്ട് ചെയ്യും. പിള്ളേരെന്ന് പൈസ മേടിക്കുന്നുണ്ട് അതിന്. അത് ഈ മാസത്തെ മേടിക്കും, ചിലപ്പോൾ അടുത്ത മാസത്തിൽ അഡ്വാൻസ് ആയിട്ടും മേടിക്കാറുണ്ട്. അതുപോലെ തന്നെ 25,000 സാലറി എന്ന് പറയുന്ന ഒരു കാര്യം ഇവിടെ വർക്ക് ചെയ്യുന്ന ഒരു എംപ്ലോയീസിന് ലഭിക്കുന്നില്ല.
ഇവിടെ ബേസിക് സാലറി എന്ന് പറയുന്ന ഒരു സംഭവമേ ഇവർ കൊടുക്കുന്നില്ല. ആക്ച്വലി ഏതൊരു സ്ഥാപനം എടുത്ത് നോക്കുകയാണെങ്കിലും അവിടെ ഒരു മിനിമം 5,000 or 8,000 ബേസിക് സാലറി ഉണ്ടാവും. അതിൻ്റെ കൂടെ പ്ലസ് ഒരു ഇൻസെൻറ്റീവ്സ് ഓർ കമ്മീഷൻസ് അക്കോർഡിംഗ് ടു ദർ പെർഫോമൻസ് അവർക്ക് ലഭിക്കും. അങ്ങനെയാണ് എല്ലാ സ്ഥാപനങ്ങളിലും ഉണ്ടാകുന്നത്. ഇവിടെ എന്ന് പറയുന്നത് ഇവർ ചെയ്യുന്ന സെയിൽസിന്റെ ഒരു ഇത്ര പെർസെൻറ്റേജ് കമ്മീഷൻ എന്നുള്ള രീതിയിലാണ് ഇവർ വർക്ക് ചെയ്യുന്നത്. കമ്മീഷൻ ബേസിസിൽ ഇവർ എന്തെങ്കിലും ഏൺ ചെയ്താൽ തന്നെ അതിൻ്റെ അകത്തു നിന്നും ഒരുപാട് ഫൈൻസുകൾ ഉണ്ടെന്ന് പറഞ്ഞിട്ട് വെട്ടിക്കുറച്ച് അവസാനം ഇവർക്ക് കിട്ടുന്നത് ഒരു തുച്ഛമായ ഒരു എമൗണ്ട് മാത്രമായിരിക്കും. ഇവരിടുന്ന ഫൈൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ അതിലും വിചിത്രമായ കാര്യമാണ്. ലൈക്ക് ലിപ്സ്റ്റിക് ഇട്ടില്ലെങ്കിൽ ഫൈൻ, അങ്ങോട്ട് നോക്കിയ ഫൈൻ, ഇങ്ങോട്ട് നോക്കിയ ഫൈൻ, വാട്സപ്പ് മെസ്സേജ് നോക്കിയില്ലെങ്കിൽ ഫൈൻ, ഇങ്ങനെ പല പല വിധത്തിലുള്ള ആരും എവിടെയും കേൾക്കാത്ത ടൈപ്പിലുള്ള ഫൈനുകളാണ് ഇവരിടുന്നത്. മൊത്തത്തിൽ പറഞ്ഞാൽ അവർക്ക് കിട്ടുന്ന എമൗണ്ടിൽ നിന്ന് എങ്ങനെയും തിരിച്ച് ഇങ്ങോട്ടേക്ക് വാങ്ങിക്കുക എന്നുള്ള രീതിയിലാണ് ഇവർ ഫൈനുകൾ ഇടുന്നതെന്നുള്ളത് നമുക്ക് ഇവരുടെ ഒരു ഫൈൻ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ എന്തൊക്കെയാണ് അവർ ഈടാക്കുന്ന ഫൈൻസ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അടുത്ത ഫൈൻ പുള്ളിക്കാരൻ്റെ വോയിസുകൾ ഞാൻ ഇട്ടുതരാം. അതിൻ്റെ അകത്ത് പുള്ളിക്കാരൻ എത്ര പ്രാവശ്യം എന്തിനൊക്കെ ഫൈൻ മേടിക്കുന്നത് നോക്കിയോ. ഫൈൻ എന്തിനൊക്കെയാണെന്ന് അറിയണ്ടേ? 1, പുള്ളി വാട്സപ്പിൽ മെസ്സേജ് അയക്കും. പിന്നെ ഇൻസ്പിറേഷണൽ വീഡിയോസ് അയച്ചു കൊടുക്കും. ഓക്കെ, ഇതൊക്കെ അയക്കും. ഇതൊക്കെ അയച്ച ശേഷം ഓഫീസ് വരുന്ന പെമ്പിള്ളേരടുത്ത് ഇതിൻ്റെ ചോദ്യങ്ങൾ ചോദിക്കും. അവർ ഉത്തരം പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ 1000 രൂപ വെച്ച് കട്ട് ചെയ്യും. അതായത് അവർക്ക് സ്ലിപ്പ് കൊടുക്കുന്ന പേയ്മെൻറ്റ് സ്ലിപ്പ് കൊടുക്കുന്ന ടൈമിൽ തന്നെ ഇതെല്ലാം കട്ട് ചെയ്യും. എങ്ങനെയുണ്ട്? എവിടെ ഏത് കൊത്താഴത്ത സംഭവമാണത് ഒന്ന് പറഞ്ഞു തരാമോ? ലിപ്സ്റ്റിക് ഇട്ടില്ല എന്നുണ്ടെങ്കിൽ ഫൈൻ 2000-3000 രൂപയൊക്കെ ഫൈൻ ചെയ്യും. അങ്ങനെയുണ്ട്. കാല് നീട്ടി വെച്ചിരുന്ന ഫൈൻ, അങ്ങനെ പലതിനും ഫൈൻ ഫൈൻ ഫൈൻ. അവധി എടുക്കുന്ന സമയത്ത് മൊബൈൽ ഇവിടെ വെച്ചിട്ട് പോകണം. മൊബൈൽ കൊണ്ടുപോയി അവധി എടുത്താൽ 1000 രൂപ ഫൈൻ അടക്കേണ്ടി വരും. പിന്നെ കംപ്ലൈൻറ്റുകൾ വന്നാൽ 1000 രൂപയാണ് ഫൈൻ. ഒരു കസ്റ്റമർ നിങ്ങളെ കുറിച്ച് കംപ്ലൈൻറ്റ് വന്നാൽ 1000 രൂപ ഫൈൻ അടയ്ക്കണം. 1000 രൂപ ഫൈൻ അടയ്ക്കണം. 1000 രൂപ ഫൈൻ അടച്ചെങ്കിൽ മാത്രമേ ബില്ല് അടിക്കുകയുള്ളൂ. ക്യാഷായിട്ട് കൊടുക്കണം. ഏതോ ഒരു പെങ്കൊച്ച് യഹൂമാർക്കെതിരെ എതിർത്ത് പറഞ്ഞു, അവളെ ഇന്ന് വരുമ്പോൾ 1000 രൂപ ഫൈൻ. സ്ഥാപനത്തിന് മോശമായി ചിത്രീകരിച്ച നിമിഷയ്ക്ക് 1000 രൂപ ഫൈൻ ഇട്ടേര്. എൻ്റെ അന്നം കൊണ്ട് നിങ്ങൾ ജീവിക്കുമ്പോൾ നിങ്ങൾ 2 പേർക്ക് ഒരു ജീവിതം കൊടുത്തില്ലെങ്കിൽ അങ്ങനെ വ്യക്തികളെ അംഗീകരിക്കാൻ പറ്റില്ല. കർശന നിലപാടാണ്. ഇന്നേക്ക് 30 ദിവസത്തിനുള്ളിൽ 2 പേരെങ്കിലും ജോലി കൊടുക്കാത്തവർ 10,000 രൂപ ഫൈൻ അടച്ചിരിക്കണം. ഒരാൾക്ക് 5,000 രൂപ വെച്ച് 2 പേർക്ക് 10,000 രൂപ ഫൈൻ അടച്ചിരിക്കണം. ഫൈൻ എന്തോ നടക്കുക. സാധാരണ ഫൈൻ ഈടാക്കുന്നത് 50-100 ഒക്കെ ആയിരിക്കും. ഇവിടുത്തെ ഫൈൻ എന്ന് പറയുന്നത് 5,000-10,000 ഒക്കെയാണ്. എനിക്ക് തോന്നുന്നത് ഇവർക്ക് മുന്നേ ട്രാഫിക് പോലീസിലെങ്ങാനും ആയിരുന്നു ജോലി എന്നുള്ളതാണ്. പിന്നെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇരുന്ന് പണിയെടുത്തിട്ട് ഇവർക്ക് അവസാനം അവർക്ക് അങ്ങോട്ട് കൊടുക്കേണ്ട ഗതികേടിലാണ് ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ ഇവർ പറയുന്നത് ഇവർ പാവപ്പെട്ട പെൺകുട്ടികളെ സഹായിക്കുന്നു എന്നുള്ളതാണ്. ഇതിൽ നിന്നും എനിക്ക് മനസ്സിലാവുന്നത് പാവപ്പെട്ട പെൺകുട്ടികൾ ഇവരെയാണ് സഹായിക്കുന്നത് എന്നുള്ളതാണ്. ഈ ഇൻസ്റ്റഗ്രാം വീഡിയോ ചെയ്തൊരു കൊച്ചു മാത്രമാണ് 2 ദിവസം എന്റെ സ്ഥാപനത്തിൽ ട്രെയിനിങ്ങിന് വന്നത്. ബാക്കി പറയുന്നവർ മുഴുവനും എന്റെ സ്ഥാപനത്തെ 6 മാസം 8 മാസം 9 മാസം വർക്ക് ചെയ്തവരെ അൽത്താഫി അവരുടെ അഡ്രസ് പ്രൂഫ് ഉൾപ്പെടെയുള്ള റെസിപ്റ്റ് എടുത്തു തരാം. സോ 6 മാസമോ 8 മാസമോ നിൽക്കുന്നത് അവരുടെ ഗതികേട് കൊണ്ടാണ്. കാരണം വീട്ടിൽ അത്രയും പ്രശ്നമുള്ള ആൾക്കാരെയാണ് നിങ്ങൾ സെലക്ട് ചെയ്തതെന്നുള്ളത് നിങ്ങൾ തന്നെ പറയുന്നുണ്ട്. ഹസ്ബൻഡ് ഉപേക്ഷിച്ചത്, വീട്ടിൽ അച്ഛനും അമ്മയ്ക്കും സുഖമില്ലാത്തത്, വീട്ടിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുള്ള ആളുകളെ നോക്കിയാണ് നിങ്ങൾ അവിടെ സെലക്ട് ചെയ്യുന്നത്. അപ്പൊ അത്തരത്തിലുള്ള പെൺകുട്ടികൾക്ക് നിങ്ങൾക്കെതിരെ ശബ്ദം ഉയർത്താനുള്ള ഒരു ധൈര്യം ഉണ്ടാവില്ല. കാരണം അവർക്ക് അവരുടെ കുടുംബം നോക്കേണ്ടത് അവരുടെ ചുമതലയായിരിക്കും. അങ്ങനത്തെ സിറ്റുവേഷനിൽ നിങ്ങൾക്കെതിരെ സംസാരിക്കാനായിട്ട് അവർക്ക് ഭയം ഉണ്ടാവും. സോ അവർക്ക് കേസിന് പോകാനുള്ള സാമ്പത്തികമായിട്ടുള്ള അവസ്ഥയിലായിരിക്കില്ല അവരുണ്ടാവുന്നത്. അതുകൊണ്ടാണ് അവർ നിങ്ങൾക്കെതിരെ ശബ്ദം ഉയർത്താത്തതും ഒരു കേസിനായിട്ട് പോകാത്തതും. അവരുടെ ഗതികേട് കൊണ്ട് മാത്രമാണ് അവർ അവിടെ ഇപ്പോഴും പിടിച്ചു നിൽക്കുന്നത്. എന്തായാലും സോഷ്യൽ മീഡിയയിൽ ഇത്രയും പ്രോബ്ലം ആയതുകൊണ്ട് തന്നെ കാര്യങ്ങൾ കൈവിട്ടു പോയി എന്നുള്ളത് അച്ചു ചേച്ചിക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പം വൻ ഗൂഢാലോചന നടക്കുന്നത് കൺമണിക്കെതിരെയാണ്. ഒന്നെങ്കിൽ ഭീഷണിപ്പെടുത്തിയോ അല്ലെങ്കിൽ കാല് പിടിച്ചോ കരഞ്ഞോ എങ്ങനെയും ആ വീഡിയോ ഡിലീറ്റ് ചെയ്യിക്കാനുള്ള പ്ലാനിങ്ങിലാണ് അവരുള്ളത്. അപ്പൊ നമുക്ക് അതിന്റെ വീഡിയോയും കൂടെ ഒന്ന് കണ്ടു നോക്കാം. നമ്മൾ എന്തായാലും ഇതിനെതിരെ നമ്മളിങ്ങനെ ചത്ത പോലെ ഇരിക്കാതെ നമ്മൾ പ്രവർത്തിച്ചേ പറ്റത്തുള്ളൂ. അപ്പം നമ്മളാണെങ്കിലും മാക്സിമം പോയിട്ട് വരുന്ന വീഡിയോസിനൊക്കെ കമൻറ്റൊക്കെ ഇടുക. നമ്മുടേതായ അനുഭവം, നമുക്ക് അവിടെ നിന്നുണ്ടായ അനുഭവം ജെന്യുവനായിട്ട് പോയി ഓരോ കമൻറ്റിൻ്റെ അടിയിലും ഓരോ വീഡിയോസിൻ്റെ അടിയിലൊക്കെ പോയി പറയണം. അതിപ്പോൾ നമ്മുടെ ഒരു കടമയാണ്. അതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം ഇത്രയൊക്കെ കാര്യം ഉണ്ടായ സ്ഥിതിക്ക് നമുക്ക് നാളെ മറ്റേ കൺമണിയുടെ വീട് വരെ
നമുക്ക് പോവാം, എന്നിട്ട് നമുക്ക് പോയിട്ട് നമുക്ക് എല്ലാവർക്കും കൂടി അവിടെ അങ്ങ് ഇരിക്കാം. കാരണം അവൾ വീഡിയോ ഡിലീറ്റ് ചെയ്യണം. വീഡിയോ ഡിലീറ്റ് ചെയ്യിപ്പിച്ച് അവളെ കൊണ്ട് അവൾ പറഞ്ഞതുപോലെയൊന്നും അല്ല, അവളെ കൊണ്ട് നമുക്ക് പോസിറ്റീവായിട്ട് ഒരു വീഡിയോ ചെയ്യുന്നോടം വരെ നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് അവരുടെ വീട്ടിൽ പോയിരുന്ന് അതിനുള്ള മാർഗ്ഗങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ അത് നമ്മൾ ഡീൽ ചെയ്യണം. അപ്പം നിങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് അതിന് സഹകരിച്ച് കൂടെ നിൽക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം എന്തായാലും ഇത് വോയിസ് കേട്ടതിന് ശേഷം എല്ലാവരും അഭിപ്രായം പറയണം. എന്നിട്ട് വേണം നമുക്ക് നാളെ പോയിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം, എങ്ങനെയൊക്കെ അത് പ്ലാൻ ചെയ്യണം, എക്സിക്യൂട്ട് ചെയ്യണം എന്നൊക്കെ തീരുമാനിക്കാനായിട്ട്. അപ്പോൾ വോയിസ് കേൾക്കുന്നവർ അവരുടേതായ അഭിപ്രായങ്ങൾ താഴെ ഇടണേ. നമ്മളെല്ലാവരും ആണെങ്കിലും ഈ മാസം ഇത്രയും സാലറി ഒക്കെ മേടിച്ചു. അപ്പം മാം ഇത്രയും നമ്മളെ സപ്പോർട്ട് ചെയ്ത് നമ്മുടെ കൂടെയൊക്കെ നിന്നിട്ട് നമുക്ക് ആകെ ചെയ്തു കൊടുക്കാൻ പറ്റും, നമുക്ക് ഇതേ പറ്റത്തുള്ളൂ. അപ്പം നമ്മൾ നിങ്ങൾ ഓരോരുത്തരാണെങ്കിലും കണ്ടുപിടിക്കുക, അവിടെ ചെന്നിട്ട് എന്ത് പറയണം, നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ, ഓരോ പ്രശ്നങ്ങൾ, അതിപ്പം അവരെങ്ങനെയും കണ്ണീര് കാണിച്ച് അലറി നിലവിളിച്ച് അവരുടെ മുന്നിൽ സിമ്പതിയോടെ, അതായത് അവരെ വെറുപ്പിക്കാത്ത രീതിയിൽ നല്ല രീതിയിൽ സിമ്പതിയോടെ ചെയ്ത് അവരെ നമ്മൾ കയ്യിലെടുക്കണം. എന്നിട്ട് നമ്മൾ ആ വീഡിയോ ഡിലീറ്റ് ചെയ്യിപ്പിച്ച് എന്നിട്ട് അവരെ കൊണ്ട് നമുക്ക് എന്തായാലും കൺമണി ഇവരുടെ കരച്ചിലൊന്നും വീഴാൻ പോകുന്നില്ല എന്ന് തന്നെയാണ് നമുക്ക് അറിയാനായിട്ട് പറ്റുന്നത്. അവരെടുത്തിട്ടുള്ള ആ ഒരു സ്ട്രോങ് ഡിസിഷനിൽ ഉറച്ചു തന്നെ നിൽക്കുകയാണ്. അപ്പോൾ വരും ദിവസങ്ങളിൽ എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. അതുവരേക്കും ബൈ ബൈ.